ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ സഞ്ജയ്. നമുക്കറിയാം നമ്മുടെ ഈ 2025 എന്ന് പറയുന്ന വർഷം സർക്കാർ മേഖലയിൽ ഡ്രൈവിംഗ് ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു വർഷമാണ്. ഒരുപാട് ഏരിയയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പോലീസ് ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, ഫയർമാൻ ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, ഫോറസ്റ്റ് ഡ്രൈവർ ആയിക്കൊള്ളട്ടെ, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷനുകളാണ് ഈ വർഷം PSC വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുകളിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്താവശ്യമാണ്? ചിട്ടയായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയിൽ നിന്ന് അല്ലെങ്കിൽ ജീവശാസ്ത്രം അല്ലെങ്കിൽ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നോക്കിക്കൊള്ളുക, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാം. നമുക്കറിയാം, രക്തം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഒരു യോജക കലയാണ്. രക്തം എന്ന് പറയുന്നത് അല്ലെ, ഒരു യോജക കലയാണ് രക്തം എന്ന് പറയുന്നത്. ദ്രാവക രൂപത്തിലുള്ള യോജക കല, അത് ഒരു വട്ടം PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദ്രാവക രൂപത്തിലുള്ള യോജക കല ഏതാണ്? അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള യോജക കല ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് രക്തമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ രക്തവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ നിന്ന് നമ്മൾ എന്താ തിരഞ്ഞെടുക്കേണ്ടത്? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഒന്നാമത്തത്, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. അത് ശരിയല്ലേ? നമുക്കറിയാം രക്തകോശങ്ങൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? RBC ഉണ്ട് അല്ലെ, റെഡ് ബ്ലഡ് സെൽസ്. അതേപോലെ WBC ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്. അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ. പ്രധാനമായിട്ടും രക്തകോശങ്ങൾ 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. RBC അല്ലെങ്കിൽ ചുവന്ന രക്താണു, WBC അല്ലെങ്കിൽ ശ്വേത രക്താണു, അതേപോലെ പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ. 3 തരത്തിലാണ് RBC കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. ആണോ? എറിത്രോസൈറ്റ്സ് എന്നാണോ ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്? RBC അറിയപ്പെടുന്ന പേര് അല്ലെങ്കിൽ ചുവന്ന രക്താണു അറിയപ്പെടുന്ന പേരാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. WBC അല്ലെങ്കിൽ ശ്വേത രക്താണു അറിയപ്പെടുന്ന പേര് ലൂക്കോസൈറ്റ് എന്നാണ്. സോ ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത് ലൂക്കോസൈറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തത്, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അത് ശരിയാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, ഇരുമ്പുണ്ടെങ്കിലേ അവിടെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് മനസ്സിലാക്കുക. അനീമിയ അല്ലെങ്കിൽ വിളർച്ച അല്ലെ. ഇപ്പൊ എന്താണ് അനീമിക് കണ്ടീഷൻ അല്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് മനസ്സിലാക്കുക. ഹീമോഗ്ലോബിന്റെ അളവ്, ഇരുമ്പിന്റെ കുറവ് മൂലം ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് മനസ്സിലാക്കുക അല്ലെ. കുട്ടികളിൽ ആ വിളർച്ച മാറ്റാനായിട്ടാണ് നമ്മൾ സ്കൂളുകളിൽ അയൺ ഫോളിക് ആസിഡ് ഗുളികളൊക്കെ നൽകുന്നതെന്ന് കൂടി അതുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തതാണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 3 പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. പേര് പഠിച്ചു വെച്ചോളുക. പലതവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. 3 പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ആൽബുമിൻ, രണ്ടാമത്തത് ഗ്ലോബുലിൻ, മൂന്നാമത്തത് ഫൈബ്രിനോജൻ. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ. അതിൽ ആൽബുമിൻ്റെ ഫങ്ഷണൽ അല്ലെങ്കിൽ ആൽബുമിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ്? BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം അല്ലെ. BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൽബുമിൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കുക. ഇനി ഗ്ലോബുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഗ്ലോബുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ഗ്ലോബുലിൻ്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഫൈബ്രിനോജൻ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു.
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പലതവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ രക്തത്തിലുള്ള പ്രധാനപ്പെട്ട 3 പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. ആൽബുമിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ആ 3 സ്റ്റേറ്റ്മെന്റുകൾ ഓക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റും. എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ആണോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കണ്ടോ? അപ്പം ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇതേപോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വരുന്ന PSC ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇത്രയാണ്: രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്. വീണ്ടും രക്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ് നമ്മുടെ ശരീരത്തിലെ, മനുഷ്യ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത്? ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9-11 mg/100 ml എന്നുള്ളതാണ് രക്തത്തിന്റെ സാധാരണ കാൽസ്യത്തിന്റെ അളവെന്ന് മനസ്സിലാക്കുക. ആൻസർ 9-11 mg/100 ml ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്റ്റും കൂടെ പറയാം. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 70-110 mg/100 ml ആണ്. 100 ml ആണ് നമ്മുടെ ശരീരത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവെന്ന് മനസ്സിലാക്കുക. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120/80 mmHg ആണെന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 3 വാല്യൂസ് ആണ്. SCRT ബേസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 3 വാല്യൂസ്. കാൽസ്യത്തിൻ്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ 9-11 mg/100 ml. അതേപോലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70-110 mg/100 ml ആണ്. ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 120/80 mmHg ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ഉമിനീര് ഏത് ഭക്ഷ്യ ഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ നിന്നാണ്, അല്ലെ? നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ വായിൽ നിന്നാണ്. വായിൽ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉമിനീരാണ്. ഉമിനീര് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻസൈമാണ്. അപ്പോൾ ആ ഉമിനീര് ഈ പറഞ്ഞ ഭക്ഷണ ഘടകത്തിൽ ഏതിലാണ് പ്രവർത്തിക്കുന്നത്? മാംസത്തിൻ്റെ മേലിലാണോ, ധാതു ലവണങ്ങളാണോ, കൊഴുപ്പാണോ, അന്നജമാണോ? നോക്കിക്കൊള്ളുക, നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സലൈവറി അമിലേസ്. കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സലൈവറി അമിലേസ് ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലൈസോസൈം ആണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്. അപ്പോൾ ഉമിനീരിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ, നമ്മുടെ ഉമിനീരിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ, ഒന്ന് സലൈവറി അമിലേസ് ആണ്, രണ്ടാമത്തെ ലൈസോസൈം എന്ന് പറയുന്നൊരു എൻസൈം, മൂന്നാമത്തത് ശ്ലേഷ്മം. ഈ സലൈവറി അമിലേസ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കുന്നു. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സലൈവറി അമിലേസ് ആണ്. സലൈവറി അമിലേസിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നു. അടുത്ത ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം, അത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ലൈസോസൈം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ എന്തെങ്കിലും രോഗാണുക്കളോ ഉണ്ടെങ്കിൽ ആ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ധർമ്മമാണ് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമിനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലൈസോസൈമിന്റെ ധർമ്മം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള രോഗാണുക്കളാകട്ടെ സൂക്ഷ്മജീവികൾ എന്തുണ്ടെങ്കിലും അതിനെല്ലാം നശിപ്പിക്കുന്നത് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമാണ്. ശ്ലേഷ്മം ഭക്ഷണ പദാർത്ഥങ്ങളെ വഴുവഴുപ്പുള്ളതാക്കുന്നു. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അന്നനാളത്തിലൂടെ എളുപ്പത്തിൽ ഊർന്നിറന്ന് പോകണം, അതിന് വഴുവഴുപ്പുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. അപ്പോൾ ഇതിന് ആൻസർ പറയാമല്ലോ. ഉമിനീര് ഏത് ഭക്ഷണ ഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കുന്ന സലൈവറി അമിലേസ്, അല്ലേ? അപ്പോൾ ഏത് ഭക്ഷണ ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
അന്നജത്തിന്മേലാണ് ഉമിനീര് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നോക്കിക്കൊള്ളുക, മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി, ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ? അന്തർസ്രാവി ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, തൈമോസിൻ. ഇതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? അപരനാമങ്ങൾ, താഴെ തന്നിരിക്കുന്ന ഹോർമോണുകളുടെ അപരനാമങ്ങളിൽ ശരിയായ ജോഡി ഏതാണ്? ഓരോ ഹോർമോണും ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം അതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. രണ്ട്, അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്. അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ. മെലാട്ടോണിൻ ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്. സൊമാറ്റോട്രോപിൻ വളർച്ചാ ഹോർമോൺ. ഹോർമോണുകളിൽ അപരനാമങ്ങളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും പറയാം. സൊമാറ്റോട്രോപിൻ എന്താണ്? വളർച്ചാ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ശരിയാണ്. സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത് വളർച്ചാ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത മെലാട്ടോണിൻ എന്ന് പറയുന്നത്, മെലാട്ടോണിൻ അല്ല, നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അത് ശരിയാണ്. ഓക്കെ, അടുത്തത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ അടിയന്തര ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ശരിയാണ്. ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിൻ അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നു. മെലാട്ടോണിൻ ആക്ച്വലി ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉറങ്ങാൻ സഹായിക്കുന്നതുകൊണ്ട് മെലാട്ടോണിൻ എന്ന് പറയുന്നത് ഉറക്ക ഹോർമോൺ അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺ, ഉറക്ക ഹോർമോൺ അല്ലെങ്കിൽ എന്താണ്? ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മെലാട്ടോണിൻ ആണ്. ഉറക്ക ഹോർമോൺ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. ശരിയാണ്. സൊമാറ്റോട്രോപിൻ വളർച്ചാ ഹോർമോൺ. നമ്മൾ വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപിൻ എന്നാണ് വിളിക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പോൾ ആക്ച്വലി അത് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. സ്ലൈഡിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടായിരുന്നത് കേട്ടോ. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. യുവത്വ ഹോർമോൺ തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈമോസിനാണ്. അടിയന്തര ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിനാണ്. ഉറക്ക ഹോർമോൺ അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാട്ടോണിൻ ആണെന്ന് മനസ്സിലാക്കുക. മെലാട്ടോണിനാണ്. ദെൻ സൊമാറ്റോട്രോപിൻ വളർച്ചാ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഹോർമോൺ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഹോർമോൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ഹോർമോണുകളും ആ ഹോർമോൺ ഡെഫിഷ്യൻസി ഡിസീസുകളും ഹോർമോണുകളുടെ പേരുകളും അതിൻ്റെ ഫംഗ്ഷനുകളും എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം. പലതവണ ആ ഒരു ഏരിയയിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അല്ലേ? ആ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കരളിലാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലേ? കരളിലാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ബൈൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബൈൽ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെല്ലാം സഹായിക്കുന്ന എൻസൈം ഇല്ലാത്തൊരു ഘടകമാണ് ബൈൽ എന്ന് പറയുന്നത്. ആ ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കരൾ തന്നെയാണ്. അതേപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാലും കരളാണ്. അതേപോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്? അത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. യൂറിയ നിർമ്മാണം നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാലും അത് കരളിലാണ് അല്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അമോണിയയും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ എൻസൈമുകളും വാട്ടറും ചേർത്ത് യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറിയ നിർമ്മാണം നടക്കുന്നതും ഈ പറഞ്ഞ കരളിലാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ വൃക്ക, നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം. വൃക്കയുടെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഫ്രോണുകളാണ് വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കിഡ്നിയിലേക്ക് വരുമ്പോൾ വൃക്ക അല്ലെ? വൃക്ക തന്നെയാണ് കിഡ്നി എന്നും പറയുന്നത് അല്ലെ? പിന്നീട് ലങ്സ് നമുക്കറിയാം, ശ്വാസകോശം അല്ലെ? ആ കാര്യങ്ങളൊക്കെ അറിയാം. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായുവറകൾ അല്ലെങ്കിൽ ആൽവിയോളകളാണ് എന്ന് കൂടി കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. ഇതൊക്കെ മനുഷ്യ ശരീരമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട ഓരോ വ്യവസ്ഥകൾ, ദഹന വ്യവസ്ഥ,
അതേപോലെ വിസർജന വ്യവസ്ഥ, അതേപോലെ ശ്വസന വ്യവസ്ഥ, രക്തപരിചരണ വ്യവസ്ഥ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രക്തപരിചരണ വ്യവസ്ഥ, അതേപോലെ നാഡീ വ്യവസ്ഥ. ഈ 5 വ്യവസ്ഥകളും എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചാലേ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെയുണ്ട്. ഈ പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകൾ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കണം. ഈ പറഞ്ഞ എല്ലാം അസ്ഥി വ്യവസ്ഥ ഉൾപ്പെടെ 6 വ്യവസ്ഥകൾ ഉൾപ്പെടെ ക്ലിയർ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഈസി ആയിട്ട് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈറസുകൾ, രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വൈറസുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നമുക്കറിയാം വൈറസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സൂക്ഷ്മജീവിയായിട്ടുള്ള വൈറസുകൾ. ഒന്ന്, പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ ഉൾക്കൊള്ളുന്നു. വൈറസിന്റെ ഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള ഒരു പ്രോട്ടീൻ കോട്ടാണ്. ആ പ്രോട്ടീൻ കോട്ടിനുള്ളിൽ ഒന്നെങ്കിൽ ഒരു DNA ആയിരിക്കാം, അല്ലെങ്കിൽ അത് RNA ആയിരിക്കാം. ഉള്ളത് DNA ആണ് എങ്കിൽ അത് DNA വൈറസ്, ഉള്ളത് RNA ആണ് എങ്കിൽ, DNAക്ക് പകരം RNA ആണ് എങ്കിൽ അത് RNA വൈറസുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്ര ഉൾക്കൊള്ളുന്നത് ശരിയാണ്. അടുത്തത്, വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ട്. വൈറസുകളിൽ ആകെ ഇത്രയേ ഉള്ളൂ, എന്ത്, ഒരു DNAയും അതേപോലെ ഒരു പ്രോട്ടീൻ കോഡും മാത്രമേ ഉള്ളൂ. ബാക്കി കോശാംഗങ്ങളൊന്നും വൈറസിലില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാം കാണുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതൊന്നും ഈ പറഞ്ഞ കോശാംഗങ്ങളൊന്നും വൈറസിൽ കാണപ്പെടുന്നില്ല. ഇനി കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് വൈറസുകൾ പെരുകുന്നു. നമുക്കറിയാം വൈറസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിന് പുറത്ത് അത് ഇനാക്റ്റീവ് ആയിരിക്കും. അതൊരു ഹോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ ശരീരത്തിലേക്കോ കടന്നാൽ മാത്രമേ വൈറസ് എന്ത് ചെയ്യുകയുള്ളൂ, ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് പെരുകുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസ് ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്ടീരിയനെയും അതേപോലെ ആർക്കി ബാക്ടീരിയനെയും അതുപോലെ സസ്യങ്ങളെയും ആനിമൽസിനെയും ജന്തുക്കളെയും എല്ലാവരെയും ആര് ബാധിക്കും, ഈ വൈറസ് ബാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ടീരിയ ഉൾപ്പെടെ, ബാക്ടീരിയ ആയിക്കൊള്ളട്ടെ, ആനിമൽസ് ആയിക്കൊള്ളട്ടെ, പ്ലാന്റ്സ് ആയിക്കൊള്ളട്ടെ, ആർക്കി ബാക്ടീരിയാസ് ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈറസുകൾ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നമുക്കറിയാം രോഗവും രോഗകാര്യം നമുക്കുള്ള ടോപ്പിക്കാണ്. ആ രോഗം ഒരുപാട് ഡിസീസുകളും ആ ഡിസീസുകളുടെ ലക്ഷണങ്ങളും അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ മരുന്നുകളുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. സൂക്ഷ്മജീവികൾ ഏതെല്ലാം രോഗങ്ങളാണ് ഈ സൂക്ഷ്മജീവികൾ പരത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് വിറ്റാമിനുകൾ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വിറ്റാമിനുകൾ. ഒരു മാർക്കിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും വിറ്റാമിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. ആ വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADEK. കറക്റ്റാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ADEK അവസാനം K അല്ലേ, കെയിൽ ADEK കൊഴുപ്പിൽ ലയിക്കുന്നു. ADEK കൊഴുപ്പിൽ ലയിക്കുന്നു. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ADEK, ജലത്തിൽ ലയിക്കുന്നത് BC. കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK ആണ് എങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് BC എന്ന് പറയുന്ന വിറ്റാമിനുകളാണ്. ജീവകം ഇയുടെ അപര്യാപ്ത രോഗമാണ് കണ എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ജീവകം ഡിയുടെ അപര്യാപ്ത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അസ്ഥിയുടെ ബലക്ഷയം സംഭവിക്കുന്ന ഒരു രോഗമാണ്. അത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ C എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത, ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ വിറ്റാമിൻ D എന്ന് പറയുന്നുണ്ട്. ഈ വിറ്റാമിൻ D എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ ഒരു സെല്ലപ്പേരിൽ അറിയപ്പെടുന്നത് എന്താണ്, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D. അതുകൊണ്ട് തന്നെ വസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ എന്ന് കൂടിയാണ് വിറ്റാമിൻ D എന്ന് അറിയപ്പെടുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് അല്ലേ. ഇപ്പോൾ PSC പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്കാണ് വിറ്റാമിൻ എന്ന് പറയുന്നത്. അതും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ഡ്രൈവർ ബാച്ച് ഇനി നമ്മുടെ എക്സാമിന് ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ അല്ലേ, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്ത് ഓരോ ടോപ്പിക്കിൻ്റെയും ഫോക്കസ് ചെയ്തുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡ്രൈവർ കോംബോ ബാച്ചിൻ്റെ പ്രത്യേകത. ഈ ഡ്രൈവർ കോംബോ ബാച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ, ആ നോട്ടിഫിക്കേഷനുകളെല്ലാം ഒരേപോലെ പഠിക്കാനായിട്ട് സാധിക്കുന്നു
അല്ലേ, 4-5 ഡ്രൈവർ നോട്ടിഫിക്കേഷനുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ നോട്ടിഫിക്കേഷനുകളിലേക്കും കൂടി ഒരൊറ്റ ബാച്ചാണ് ഈ ഡ്രൈവർ കോംബോ ബാച്ച് എന്നറിയപ്പെടുന്നത്. ഈ ഒരൊറ്റ ബാച്ച് പർച്ചേസ് ചെയ്താൽ എല്ലാ എക്സാമുകൾക്കും ഉള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതാണ് ഈ ഒരു ബാച്ച് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി, കൃത്യമായിട്ടുള്ള ടൈം ടേബിളോട് കൂടി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കവറപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള റിവിഷനുകളും എക്സാമുകളും അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇത് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.